ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ എയർ പ്യൂരിഫൈ ചെയ്യുന്ന, അതായത് നമ്മുടെ റൂമിലെയൊക്കെ എയറിനെ നല്ലപോലെ ക്ലീൻ ചെയ്യാൻ പറ്റിയ കുറച്ച് ചെടികൾ. നിങ്ങൾ വിചാരിക്കും ചെടികൾ എയർ ക്ലീൻ ചെയ്യും. ചെടികൾ തീർച്ചയായിട്ടും നല്ല പോലെ നമ്മുടെ എയറിനെ പ്യൂരിഫൈ ചെയ്ത് തരും. അന്നേരം ആ ചെടികളെ പറ്റിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് ലിൻസീസ് ലിങ്ക് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അലോവേര എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിനുള്ളിൽ വെക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ് ആണ്. ഈ നാസ നടത്തിയ സ്റ്റഡി, അതായത് എയർ പ്യൂരിഫൈ ചെയ്യാൻ വീടിനുള്ളിൽ വെക്കാൻ പറ്റുന്ന ചെടികൾ, നല്ല രീതിയിൽ ഓക്സിജൻ തരുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് റിസർച്ച് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചതിൽ ഒരു ബെസ്റ്റ് പ്ലാന്റാണ് ഈ അലോവേര. അതിലെ ഒരു പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായ ഡോക്ടർ വുൾവർട്ടൺ പറഞ്ഞത്, എല്ലാ ബെഡ്റൂമുകളിലും ഒരു അലോവേര വെക്കുന്നത് നല്ല ഫ്രഷ് എയർ കിട്ടാൻ ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണെന്നാണ്. നിങ്ങൾ ഓർക്കും ഈ അലോവേര എന്താണ് ചെയ്യുന്നത്? അലോവേര ചെയ്യുന്നത് നമ്മുടെ വീടിനുള്ളിലെ കെമിക്കൽസ്, അതായത് നമ്മൾ പെയിൻറ്റിൻ്റെ അകത്തുനിന്ന് വരുന്ന സ്മെല്ല്, അതുപോലെ അതിനകത്ത് വരുന്ന ഫോർമാൽഡിഹൈഡ്, സൈലിൻ പോലുള്ള ഹാഷ് കെമിക്കൽസിനെ ഈ അലോവേര പ്ലാന്റ് അങ്ങ് അബ്സോർബ് ചെയ്തതിന് ശേഷം അതിലെ കാർബൺ ആറ്റത്തെ ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം അത് നല്ല സേഫർ കെമിക്കൽസ് ആക്കി മാറ്റും. അതായത് അമിനോ ആസിഡ്സ് പോലുള്ള കെമിക്കൽസ് ആക്കി മാറ്റിയതിന് ശേഷം നമുക്ക് നല്ല പ്യുവർ ഓക്സിജൻ തരും. അതാണ് ഈ അലോവേര പ്ലാന്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഭയങ്കരമായിട്ടുള്ള കെമിക്കൽസ്, ഫോർമാൽഡിഹൈഡ് ഇതുപോലുള്ള കെമിക്കൽസിനെ ഒക്കെ ഇത് അബ്സോർബ് ചെയ്യും. അതിനുശേഷം നല്ല ഫ്രഷ് എയർ തരും. അതുമാത്രമല്ല, വേറെ കെമിക്കൽസിനെയും ഇത് അബ്സോർബ് ചെയ്തതിന് ശേഷം ഫ്രഷ് എയർ കിട്ടും. അപ്പോൾ എല്ലാവരും ഒരു അലോവേര എങ്കിലും വീടിനുള്ളിൽ വെക്കുക. അത് മാത്രമല്ല, മൈക്രോ ഓർഗാനിസത്തിനെ ഇത് അബ്സോർബ് ചെയ്ത് എടുക്കുന്നതായിട്ടും ചില സ്റ്റഡികൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് മാത്രമല്ല, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ, നല്ല എയർ തരാനും ഈ അലോവേര പ്ലാന്റ് സഹായിക്കുന്നതാണ്. ഇതൊരു സക്കലൻറ്റ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കണം. വീടിനുള്ളിൽ വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ നോക്കി നമ്മൾ വെക്കുക. അതായത് വിൻഡോ സൈഡിലൊക്കെ വെക്കുക. അപ്പോൾ അത്യാവശ്യം സൺലൈറ്റ് കിട്ടും. പിന്നെ എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഇതൊരു സക്കലൻറ്റ് ആയതുകൊണ്ട് ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഒരു അലോവേരയിൽ വെച്ച് നമ്മുടെ വീടിനുള്ളിൽ നല്ല ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി വെക്കുക. അലോവേര പ്ലാന്റ്, അതായത് അതിൻ്റെ ജെല്ല് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ, അലോവേര ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആസിഡിറ്റി പോലുള്ള രോഗങ്ങൾക്കും ഒക്കെ ഇത് വളരെ നല്ല ഒരു ഗുണം ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഈ അലോവേര. അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന ബേൺസിന്, സൺ ബേണിന്, ഇതിനൊക്കെ നമുക്ക് അലോവേര പ്ലാന്റ് യൂസ് ചെയ്യാം. ഇനിയും അടുത്തതായിട്ട് നമ്മുടെ വീട് ശുദ്ധീകരിക്കാൻ, നമുക്കൊരു ഫ്രഷ് എയർ തരാൻ വേണ്ടി നടാൻ പറ്റിയ, ഇൻസൈഡിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് നമ്മുടെ പീസ് ലില്ലി പ്ലാന്റ്. പീസ് ലില്ലി പ്ലാന്റ് ഇഷ്ടമല്ലാത്തവരാരല്ല? എസ്പെഷ്യലി അതിൻ്റെ വൈറ്റ് ഫ്ലവറൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് അല്ലേ? അപ്പോൾ എല്ലാവരും പീസ് ലില്ലി പ്ലാന്റ് വീടിനുള്ളിൽ വെക്കാൻ ശ്രമിക്കുക. ഇത് നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്. അന്ന് മാത്രമല്ല, ഇത് നമ്മുടെ വീടിനുള്ളിലെ കെമിക്കൽസ്, ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ മിടുക്കനായൊരു ചെടിയാണ് നമ്മുടെ ഈ അലോവേര പ്ലാന്റ്. സ്പാത്തിഫൈലം എന്നാണ് ഇതിൻ്റെ വേറൊരു പേര്. ഇത് സാധാരണയായിട്ട് നമ്മൾ പുറത്ത് വെച്ചാൽ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ അകത്തും വെക്കാൻ വളരെ നല്ലൊരു പ്ലാന്റാണ്. ഇൻഡോർ പ്ലാന്റ്സിൽ ഒരു ബെസ്റ്റ് പ്ലാന്റാണ് നമ്മുടെ ഈ സ്പാത്തിഫൈലം അഥവാ പീസ് ലില്ലി എന്ന് പറയുന്ന പ്ലാന്റ്. ഇത് ഫോർമാൽഡിഹൈഡ്, സൈലിൻ ഇങ്ങനെയുള്ള ഒത്തിരി കെമിക്കൽസിനെ ഇത് റിമൂവ് ചെയ്യുന്നതാണ്. ഈ ചെടിയുടെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ വെളുത്ത നിറത്തിലുള്ള പൂക്കളാണ്. ഇത് മാത്രമല്ല, അതിൻ്റെ ഗ്ലോസി ലീവ്സ്, ഈ പച്ച നിറത്തിലുള്ള അതിൻ്റെ ഗ്ലോസി ലീവ്സ് ഒരു അട്രാക്ഷൻ തന്നെയാണ്. ഈ പീസ് ലില്ലി പ്ലാന്റ് നമ്മുടെ റൂമിനുള്ളിലെ ഹാഷ് കെമിക്കൽസ്, ഫോർമാൽഡിഹൈഡ് മാത്രമല്ല കാർബൺ മോണോക്സൈഡ്, ഒരു വില്ലനായൊരു കെമിക്കലാണ് ഈ കാർബൺ മോണോക്സൈഡ്. അന്നേരം വിഷവാതകങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ കാർബൺ മോണോക്സൈഡ്. ഈ വിഷവാതകങ്ങളെ നിർവീര്യമാക്കാനുള്ളൊരു കഴിവ് നമ്മുടെ ഈ പീസ് ലില്ലി പ്ലാന്റിനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ് ഈ പീസ് ലില്ലി പ്ലാന്റ്. എല്ലാവരും വീടിനുള്ളിൽ വെക്കുക.
കാണാനും നല്ല ഭംഗിയാണ്. അതേസമയം നമുക്ക് നല്ല ഫ്രഷ് എയർ, നല്ല ഓക്സിജൻ ഗിവിങ് പ്ലാന്റ്, ഒരു ഓക്സിജൻ ബോംബ് തന്നെയാണ് നമ്മുടെ ഈ പീസ് ലില്ലി പ്ലാന്റ്. എല്ലാവരും വീടിനുള്ളിൽ ഒരു പീസ് ലില്ലി പ്ലാന്റെങ്കിലും വെക്കുക. അതുപോലെ തന്നെ ഒരു അലോവേര എങ്കിലും വെക്കുക. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ അടുത്ത ഒരു ബെനിഫിറ്റുള്ള ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ചൈനീസ് എവർഗ്രീൻ എന്ന് പറയുന്ന നമ്മുടെ ആഗ്ലോനിമ പ്ലാന്റ്. ഈ ആഗ്ലോനിമ പ്ലാന്റ് ഒരുപാട് നല്ലൊരു പ്ലാന്റാണ്. അതായത് എപ്പോഴും നല്ല ഫ്രഷ് എയർ തരുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ആഗ്ലോനിമ. ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് വെറൈറ്റീസിൽ ആഗ്ലോനിമ പ്ലാന്റ്സ് ഉണ്ട്. അതായത് അതിൻ്റെ ഗ്രീൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സിൽവർ ഉണ്ട്, അങ്ങനെ പല വെറൈറ്റി പല കളേഴ്സിലൊക്കെയുള്ള ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഒരു കളർ തന്നെയാണ് എപ്പോഴും നമ്മൾ ഈ ചെടിയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണയായിട്ട് മറ്റ് ചെടികളെ പോലെ നമുക്ക് പുറത്തും വെക്കാൻ പറ്റും, അതേസമയം നമുക്ക് അകത്തും വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ആഗ്ലോനിമ. അകത്ത് വെക്കുകയാണെങ്കിലുള്ള പ്രയോജനം, ഇത് നമ്മുടെ വീടിനുള്ളിലെ ഫോർമാൽഡിഹൈഡ്, അതായത് ഫർണിച്ചറിൽ നിന്ന് വരുന്ന കെമിക്കൽ, അതിലുള്ള വാക്സി കോട്ടിങ്സ്, അതിലടിക്കുന്ന കെമിക്കൽസ്, അതുപോലെ തന്നെ പെയിൻറ്റിൽ നിന്ന് വരുന്നത്, ഇങ്ങനെ അതുപോലെ തന്നെ അപ്ഹോൾസ്റ്ററി വർക്ക് ചെയ്തതിൽ നിന്നൊക്കെ വരുന്ന കെമിക്കൽസിനെയൊക്കെ ഇത് ഫോർമാൽഡിഹൈഡ്, സൈലിൻ പോലുള്ള കെമിക്കൽസിനെ ഇത് അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ നിർവീര്യമാക്കിയതിന് ശേഷം നമുക്ക് നല്ല ഫ്രഷ് എയർ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ആഗ്ലോനിമ എന്ന് പറയുന്നത്. എല്ലാവരും വീട്ടിൽ ആഗ്ലോനിമ ചെടികൾ വെച്ച് പിടിപ്പിക്കാം. പല നിറത്തിലും പല കളറിലും ഉള്ള ആഗ്ലോനിമ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ വീടിനുള്ളിൽ നല്ല ഫ്രഷ് എയർ, കെമിക്കൽസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നത്, അതായത് പൊള്യൂട്ടൻസിനെ. ഒരു സ്റ്റഡി റിവീൽ ചെയ്തത് നമ്മുടെ വീടിന് പുറത്തുള്ള കെമിക്കൽസിനെക്കാട്ടിൽ കൂടുതൽ കെമിക്കൽസ് ഉള്ളത് നമ്മുടെ ഇൻഡോറിലാണ്, അതായത് വീടിനുള്ളിലാണ് കൂടുതൽ കെമിക്കൽസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനുള്ളിലാണ് ഫ്രഷ് എയറും എയർ പ്യൂരിഫിക്കേഷനും കൂടുതലായിട്ട് നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ധൈര്യത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് വീടിനുള്ളിൽ ഇതുപോലുള്ള നല്ല എയർ പ്യൂരിഫയിങ് ഓക്സിജൻ ഗിവിങ് പ്ലാന്റ്സ് വീടിനുള്ളിൽ വെക്കുക. ഒന്നോ രണ്ടോ ചട്ടിയിൽ, ഒന്നോ രണ്ടോ പോട്ടിൽ വെക്കുന്നതിലൂടെ നമുക്ക് നല്ല ഫ്രഷ് എയർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ വിലപ്പെട്ടതാണ്. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.